ഒരു കാര്യം ഉറപ്പാണ്, കുട്ടിക്ക് തലയിലുള്ള മുറിവിൻ്റെ ചുറ്റുഭാഗത്തും കാര്യമായ ഇഞ്ചക്ഷനൊന്നും 2-3 ഇഞ്ചക്ഷനെ എടുത്തിട്ടുള്ളൂ എന്നാണ് കുടുംബം പറയുന്നത്. കഴുത്തിന് താഴെയുള്ള ഭാഗത്ത് കുറേ, അതായത് അവർ പറയുന്ന ഏകദേശം ഇതിന് അതെ എടുത്തിട്ടുണ്ട്. ആ 2-3 അത് കുടുംബം കൃത്യമായി കാണുന്നില്ലല്ലോ, കാരണം കുട്ടിയെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയി പിന്നെ ആളുകൾ പുറത്തല്ലേ ഉള്ളത്. അതാണ്. അപ്പോൾ അതിലൊക്കെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നത് ഇപ്പോൾ കുടുംബത്തിൻ്റെ സംശയങ്ങളൊക്കെ ആകാം. പക്ഷേ DMEയുടെ ആ പ്രതികരണം നമുക്കിപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതൊന്ന് പ്ലേ ചെയ്യാൻ പറ്റുമോ PCR? ഈ റേബീസ് വാക്സിനായിട്ട് ബന്ധപ്പെട്ടതും ആ പട്ടി കടിച്ചത് മുറിവ് തുന്നി പ്രോപ്പറായിട്ട് സ്റ്റിച്ച് ചെയ്തില്ല എന്നുള്ളൊരു വിഷയമുണ്ട്. അപ്പോൾ അതിൽ ഇത് ക്ലാസ് 3 ബൈറ്റാണ്. ക്ലാസ് 3 ബൈറ്റ് ഒന്നും തന്നെയും നമ്മൾ ക്ലോസ് ചെയ്യാറില്ല. അതിൻ്റെ പ്രോട്ടോകോൾ പ്രകാരമാണ് ചികിത്സ നൽകിയിട്ടുള്ളത്. പിന്നെ കാലതാമസം വന്നത് ഇപ്പോൾ ഒരു ദിവസം മുതൽ 3 മാസം വരെയാണ് അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഒരു റേബീസിൻ്റെ. അപ്പോൾ ഇത് ആദ്യം കടിക്കുമ്പോൾ തന്നെ അത് ആഴത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, ആ നെർവ് എൻഡിങ്ങിലോട്ട് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതും പ്രത്യേകിച്ച് തലഭാഗമാണെങ്കിൽ എത്രയും പെട്ടെന്ന് വൈറസ് അങ്ങ് സ്പ്രെഡ് ചെയ്യും. പിന്നെ നമ്മൾ ഇതായിട്ട് ചെയ്തിട്ട് നമുക്കൊരു പ്രൊഫൈലാക്സിസ് കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈലാക്സിസ് കൊടുത്താൽ തന്നെയും ഇങ്ങനെ വരാം. അതാണ് ഡോക്ടർ ഡാനിഷ് സലീം. DMEയുടെ പ്രതികരണമാണ് ഡോക്ടർ KV വിശ്വനാഥന്റെ പ്രതികരണം. കേട്ടു. ഇതിനകത്ത് ഇദ്ദേഹം പറഞ്ഞതുപോലെ വളരെ നെർവെൻഡിങ്സിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, നെർവെൻഡിങ്സിൽ ടച്ച് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് മുഖത്തുള്ള ഇതിലാണെങ്കിൽ വളരെ വേഗത്തിൽ ഇത് സ്പ്രെഡ് വരും. അങ്ങനെയാണെങ്കിൽ മുഖം എത്രയും പെട്ടെന്ന് വാഷ് ചെയ്യുക, 30 മിനിറ്റ്, എത്രയും വേഗം ഇമ്മ്യൂണോഗ്ലോബിൻ അതിന് ചുറ്റും കൊടുക്കുക, ബാക്കിയുള്ളത് ഇൻട്രോമസ്കുലായിട്ട് കൊടുക്കുകയും ബാക്കിയുള്ള വാക്സിൻ, നേരത്തെ പറഞ്ഞ ഇമ്മ്യൂണോഗ്ലോബിൻ എന്ന് പറഞ്ഞത് വാക്സിനായിട്ട് കണക്കാക്കരുത്. അത് ഇമ്മീഡിയറ്റ് ആന്റിബോഡിക്ക് വേണ്ടിയാണ് ഇമ്മ്യൂണോഗ്ലോബിൻ കൊടുക്കുന്നത്. അത് മുറിവിന് ചുറ്റുമാണ് കൊടുക്കേണ്ടത്. അതിനുശേഷമുള്ളതാണ് വാക്സിൻ 0 ഡോസ്, പിന്നെ 3rd ഡോസ്, പിന്നെ 7th ഡേ ഡോസ്, 14th ഡേ ഡോസ്, ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. കോയാസ് എന്തോ ഇടയ്ക്ക് പറയാൻ തുടങ്ങിയല്ലോ, എന്താണ്? ഞാൻ ഡോക്ടറോട് ചോദിക്കുന്നത്, അതായത് ഈ കുട്ടിയെ ഇത്രയും ഗുരുതരമായ പരിക്കുകളോടെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചിട്ടും പരിക്ക് ഗുരുതരമാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അങ്ങനെയുള്ള കുട്ടിയുടെ സാമ്പിൾ എടുത്തിട്ട് ആ സമയം തന്നെ നമുക്ക് ടെസ്റ്റിന്, ആ സമയം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് 48 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമായാലും ഒന്ന് ടെസ്റ്റിന് അയക്കാനുള്ള സംവിധാനം നമുക്കില്ലേ? ഈ കുട്ടി മരിക്കുന്നതിൻ്റെ ഏകദേശം ഒരാഴ്ച മുമ്പ്, ഒരു 4 ദിവസം മുമ്പാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് ആ ഒരു ബ്ലഡും ബാക്കിയുള്ള സാമ്പിളൊക്കെ എടുത്തിട്ട് തിരുവനന്തപുരത്തെ ലാബിലേക്ക് ടെസ്റ്റിന് അയക്കുന്നത്. അത് കുറച്ച് നേരത്തെ നടന്നിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇതിനൊരു പരിഹാരം ഉണ്ടാകുമായിരുന്നില്ല എന്നൊരു സംശയം എനിക്ക് ഡോക്ടർ സംസാരം കേട്ടപ്പോൾ തോന്നിയതാണ്. നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ്. ആക്ച്വലി ഈ ടൈറ്റർ വാല്യൂ നോക്കുന്ന ഒരു മെത്തേഡൊക്കെ ഇപ്പോൾ ഉണ്ട്. അതായത് ഇപ്പൊ അത് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് വരുന്നത്, ഇപ്പൊ ഞാനൊരു പട്ടിയെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഞാൻ ഇന്ന് വാക്സിനേഷൻ എടുത്തെന്ന് കരുതിയോ, എനിക്ക് കടി കിട്ടുന്നതിന് മുമ്പ് വാക്സിനേഷൻ 0 ഡോസും 7th ഡോസും ഞാൻ എടുത്തു കഴിഞ്ഞെങ്കിൽ, 1 മാസം കഴിഞ്ഞൊക്കെ എനിക്ക് ടൈറ്റർ വാല്യൂ നോക്കി എനിക്ക് അറിയാൻ പറ്റും എനിക്ക് ഇതിനെതിരെ പ്രതിരോധ ശക്തി ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. പക്ഷെ ഈ ഒരു കേസിൽ, അതായത് കുട്ടിയുടെ കണ്ടീഷനിൽ ഓൾറെഡി നമുക്ക് എടുക്കാനുള്ളത് എടുത്തിട്ടുണ്ടെങ്കിൽ, പിന്നെ അതിനുശേഷം 1 ഡേ കഴിഞ്ഞ് നമ്മൾ നോക്കിയാൽ ഇമ്മ്യൂണിറ്റി വന്നിട്ടില്ലെങ്കിൽ പോലും നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഓൾറെഡി അത് ആ വൈറസ് ബ്രെയിനിന്റെ അകത്തോട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വളരെ ഫാസ്റ്റ് ആണ് ഈ റാബിഡിന്റെ വൈറസ് സ്പ്രെഡ് ആവുന്നത്. അതാണ് 100% മോർട്ടാലിറ്റി ആണ്. 20 പേരെന്തോ ലോകത്ത് രക്ഷപ്പെട്ടിട്ടുള്ളൂ. അപ്പൊ വളരെ റെയർ ആണ് അത് രക്ഷപ്പെടാൻ. അതാണ് അതിന്റെ ഒരു കുഴപ്പം. കാരണം ഇപ്പൊ ഇത്രയും അധികം തെരുവുനായ ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ലോകത്ത് എവിടെയും റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ എന്റെ റെക്കമെൻഡേഷനിൽ ഇത്രയും തെരുവുനായ ഇനിയും കടിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും 2 ഡോസ് വാക്സിൻ എടുത്ത് ഇതിനെതിരെ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കണമെന്നാണ് ഒരു അഭിപ്രായം.